നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ. നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുന്നു. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ചാനലുകളും പത്രങ്ങളും ഒക്കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ചില ദുരൂഹതകൾ ആരോപിച്ചുവെങ്കിലും ഹൈക്കോടതിയിൽ മഞ്ജുഷ ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകി. അതിന് പിന്നാലെ കോടതിയിൽ വാദം നടന്നു. പക്ഷേ വാദം നടന്ന അന്നു മുതൽ മാധ്യമങ്ങൾ ഒരു നിശബ്ദത പാലിക്കുന്നു. നവീൻ ബാബുവിന്റെ ഈ ദുരൂഹ മരണത്തിൽ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്തരമൊരു നിശബ്ദത പുലർത്തുന്നത്? അതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ? അതോ ഈ കേസിലേക്ക് ഇനി കൂടുതൽ വിവാദങ്ങൾ വലിച്ചിഴക്കേണ്ട എന്നതാണോ മാധ്യമങ്ങളുടെ ഒരു പൊതു സമീപനം? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം ഇക്കാര്യത്തിൽ? അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം നമുക്കറിയാം, ഒക്ടോബർ 14 രാത്രി അല്ലെങ്കിൽ 15 വെളുപ്പിന് ആണ് നവീൻ ബാബുവിന്റെ മരണം സംഭവിക്കുന്നത്. നവംബർ 26 നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ CBI അന്വേഷണവുമായിട്ട് കോടതിയിലേക്ക് പോകും. അപ്പം ആ കാലഘട്ടത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച ഒരു വിഷയം ഈ നവീൻ ബാബുവിന്റെ മരണമായിരുന്നു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, കോടതിയിൽ വാദം നടന്ന ദിവസം മുതൽ, അതായത് എനിക്ക് തോന്നുന്നത് 12-ാം തീയതിയാണ് വിശദമായ വാദം കോടതിയിൽ നടന്നത്. ആ വാദം നടന്ന ദിവസം മുതൽ മാധ്യമങ്ങൾ ഒന്നാകെ തന്നെ പുറകോട്ട് പോയ ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയും. സ്വിച്ച് ഇട്ടതുപോലെ അവർ പെട്ടെന്ന് ഈ റിപ്പോർട്ടിംഗ് അങ്ങ് നിർത്തിയത്. അതിന് തൊട്ടു മുമ്പിൽ ഹൈക്കോടതിയിൽ ഈ കേസ് വാദത്തിനെടുത്തപ്പോൾ ജസ്റ്റിസ് ഉന്നയിച്ച പല ചോദ്യങ്ങളും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പബ്ലിഷ് ചെയ്തിരുന്നു, സംപ്രേഷണം ചെയ്തിരുന്നു. പക്ഷേ മഞ്ജുഷയുടെ അഭിഭാഷകൻ സമാനതകളില്ലാത്ത അതിശക്തമായ വാദം കോടതിയിൽ കാഴ്ചവെച്ചിട്ടും അന്ന് ഹൈക്കോടതി ബെഞ്ച് പൂർണ്ണ നിശബ്ദതയിൽ നിന്നുപോയിട്ടും എന്തുകൊണ്ടാണ് പിന്നീട് ഇത് വേണ്ടത്ര ഗൗരവത്തോടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത്? ഞാൻ യഥാർത്ഥത്തിൽ ഇത് വളരെ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാനന്ന് 12-ാം തീയതി രാവിലെ മുതൽ തന്നെ നോക്കുമായിരുന്നു. അപ്പോഴാണ് ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റിവെച്ചു എന്ന് കണ്ടത്. ഉച്ച കഴിഞ്ഞും ഞാൻ പല ആവർത്തി ഇതിന്റെ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഇത് സംബന്ധിച്ച് ദൃശ്യമാധ്യമങ്ങളിൽ കാര്യമായിട്ട് ഒരു വാർത്തയും ഉണ്ടായിരുന്നില്ല. 1-2 വാർത്ത അവിടെ എവിടെയും കയറി വന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലും അത് കണ്ടില്ല. പിറ്റേ ദിവസം പ്രധാനപ്പെട്ട പത്രം മലയാള മനോരമ എൻ്റെ വീട്ടിൽ വരുന്നു. അത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു എവിടെയോ ഒരു സിംഗിൾ കോളം വാർത്തയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് എന്താണ് ദുരൂഹത ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു മാസക്കാലത്തോളം ഇത് വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയീഭവിച്ച ഒരു സംഭവമാണ്. ഇതിനകത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഒക്കെ പുറത്തു കൊണ്ടിരുന്നതിൽ ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ വലിയ പങ്ക് വഹിച്ചു. പക്ഷെ ആ ദൃശ്യമാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും വാദം നടന്ന ദിവസം മുതൽ പുറകോട്ട് പോയിരിക്കുന്നു. ആ പുറകോട്ട് പോയതിന്റെ കാരണം എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് എനിക്കും വലിയ അത്ഭുതമാകുന്നു. കാരണം ഈ വാദം സംബന്ധിച്ച് വിശദാംശങ്ങൾ എനിക്കൊന്ന് അതിനുശേഷം ഏറ്റവും കൂടുതൽ പൊതുമണ്ഡലത്തിൽ ചർച്ചയ്ക്ക് വിഷയമാക്കിയിട്ടുള്ള ഒരാൾ ഞാനാണെന്ന് എനിക്ക് വളരെ ശക്തമായിട്ടുള്ള വാദമാണ് ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ളത്. മഞ്ജുഷയുടെ ഭാഗത്ത് നിന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള വാദങ്ങൾ നടന്നു. വാദത്തിന്റെ അന്ന് തന്നെ ഈ മഞ്ജുഷയുടെ അഭിഭാഷകൻ 18 പേജിന്റെ ഒരു ആർഗ്യുമെന്റ് നോട്ട്സ് സമർപ്പിച്ചു. ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായിട്ട് വാദത്തിൽ പറഞ്ഞു. എന്നാൽ അന്ന് എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിലോ മറ്റോ ന്യൂസ് അവറിൽ വിശദമായി ഇതൊന്നും ചർച്ച ചെയ്തതല്ലാതെ ഇത് കാര്യമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയീഭവിക്കാത്തത് എന്തായിരുന്നു എന്നുള്ളത് സംബന്ധിച്ച് അത് ഇപ്പോഴും എനിക്കതിനൊരു വിശദീകരണം ലഭിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു പുറകോട്ട് പോക്ക് ഇതിന്റെ വാദം നടന്ന ദിവസം മുതൽ മാധ്യമങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിന്റെ കാരണങ്ങൾ എന്താണെന്നുള്ളത് ദുരൂഹമായി തുടരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അതിശയകരമായ ഭാഗം, പ്രത്യേകിച്ച് കോടതിയിൽ അവസാനവട്ട വാദത്തിന് ഈ കേസ് എടുക്കുന്നതിന് തൊട്ടു മുൻപ് പല സുപ്രധാന തെളിവുകളും പുറത്തേക്ക് വന്നിരുന്നു. നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിലെ ചോരപ്പാട്, നവീൻ ബാബുവിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ വന്ന ദുരൂഹതകൾ, നവീൻ ബാബുവിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട മഞ്ജുഷയുടെ അഭിഭാഷകൻ ഉയർത്തിയ സംശയങ്ങൾ, ശാസ്ത്രീയമായ ഒട്ടനവധി
കാരണങ്ങൾ നിരത്തിയതൊരു ആത്മഹത്യയല്ല, കൊലപാതകമെന്ന് മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുന്ന രംഗങ്ങൾ, ഇതൊന്നും വേണ്ടത്ര പൊതുമണ്ഡലത്തിൽ എത്തിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ പിന്നീട് ശ്രമിച്ചില്ല. അല്ലാതെ അതാണ് വളരെ അത്ഭുതകരമായി തോന്നുന്നൊരു കാര്യം. എനിക്ക് തോന്നുന്നത് ഈ വാദത്തിന് മുമ്പ് ഉണ്ടായിരുന്ന തെളിവുകളുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ വാദത്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തെളിവുകളുടെ ഒരു മലവെള്ള പാച്ചിലായിരുന്നു. വാദത്തിന് തലേദിവസമാണ് ഈ അടിവസ്ത്രങ്ങളിലെ രക്തക്കറ എന്നുള്ള ഇത് പുറത്തു വരുന്നത്. എന്നാൽ വാദത്തിന്റെ സമയത്ത് മഞ്ജുഷയുടെ അഭിഭാഷകൻ റാൽഫ് കോടതിയിൽ സമർപ്പിച്ച ആർഗ്യുമെന്റ് നോട്ടിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ 13-14 കാരണങ്ങളാണ് കൃത്യമായി ഇത് കൊലപാതകമാണെന്ന് സൂചിപ്പിക്കുന്നതിനും അന്വേഷണത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചത്. അതെല്ലാം കോടതിയിൽ വിശദമായി അദ്ദേഹം പറയുകയും ചെയ്തു. പക്ഷെ ആ വാദങ്ങളൊന്നും തന്നെ പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവരാതിരുന്നത് ഇനി ഒരു പക്ഷേ ആ വാദങ്ങളെല്ലാം പൊതുമണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്താൽ അതൊരു മീഡിയ ട്രയൽ ആയി പോകുമോ എന്ന് കോടതിക്ക് തോന്നുമോ എന്നുള്ളൊരു സംശയം ഒരു കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനു മുമ്പ് പല കേസുകളിലും ഈ കോടതിയെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ മാധ്യമങ്ങൾ സുസംഘടിതമായിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ള വാദം കോടതി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു മീഡിയ ട്രയൽ ആണ് എന്ന് കോടതിക്ക് തോന്നി. കോടതി ഇനി തെറ്റായിട്ടുള്ള ദിശയിലേക്ക് വല്ലതും പോകുമോ എന്നുള്ള സംശയം കൊണ്ടാണോ എന്നുള്ളത് ആ ഒരു സംശയം എന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം കൃത്യമാണ്, കഴിഞ്ഞ ഒരു 1.5 മാസക്കാലം മാധ്യമങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള ഒരു ഉത്സാഹം, ഈ വിഷയത്തിലെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ കാണിച്ചിട്ടുള്ള ഉത്സാഹം കോടതിയിൽ വാദം നടന്ന ദിവസവും അതിനുശേഷവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ പ്രകടമാണ്. പക്ഷെ അതില് മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കേസ് അന്വേഷിക്കുന്ന SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് എത്രമാത്രം തങ്ങളുടെ അന്വേഷണത്തിൽ തെറ്റുകൾ കടന്നുകൂടി, അവരുടെ അന്വേഷണം എത്രമാത്രം ഒരു പ്രഹസനമായിരുന്നുവെന്ന് കൃത്യമായി മഞ്ജുഷയുടെ അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിൽ അക്കമിട്ട് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. SITയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ഇവിടെ ഒരുപാട് അന്വേഷണാത്മക പത്രപ്രവർത്തകരുണ്ട്. അവരൊന്നും ശ്രദ്ധിച്ചതേയില്ല. SITയെ പൂർണ്ണമായി അങ്ങ് ഒഴിവാക്കുന്ന ഒരു സമീപനമാണ് മാധ്യമങ്ങൾ പുലർത്തിയത്. എന്നാൽ മറ്റു പല കേസുകളിലും പോലീസ് അന്വേഷണ സംഘത്തെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം കണ്ടെത്തുന്ന തെളിവുകളുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടാനും ഒക്കെ ഇവിടുത്തെ പത്രപ്രവർത്തകർ ശ്രമിക്കാറുമുണ്ട്. ശോഭൻ, ഇതിലെ മാധ്യമങ്ങളുടെ ഈ പറഞ്ഞ പോലെ അവസാന ഘട്ടത്തിലെ പിന്മാറ്റം വലിയ തോതിലുള്ള ദുരൂഹതകളാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ജോൺ റാൽഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഭിഭാഷകൻ കോടതിയിൽ കൊടുത്ത 18 പേജിന്റെ ഒരു ആർഗ്യുമെന്റ് നോട്ടുണ്ട്. ആ ആർഗ്യുമെന്റ് നോട്ടിൽ നിന്നൊക്കെ ദിവസങ്ങളോളം മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാവുന്ന ഉള്ളടക്കങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു, ആർഗ്യുമെന്റ് നോട്ടിലുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിലുള്ള പരിമിതികൾ, അന്വേഷണത്തിലുള്ള പരിമിതികൾ, SITയുടെ വീഴ്ച, അങ്ങനെ ദിവസങ്ങളോളം പുറത്തേക്ക് കൊണ്ടുവരാവുന്ന ഉള്ളടക്കങ്ങൾ ആ ആർഗ്യുമെന്റ് നോട്ടിൽ ഉണ്ടായിട്ടും ആ ആർഗ്യുമെന്റ് നോട്ട് പൊതുമണ്ഡലത്തിൽ ലഭ്യമായിട്ടും ഒരു പത്രമാധ്യമമോ ഒരു ദൃശ്യമാധ്യമമോ ഈവൻ മെജോറിറ്റി ഓഫ് ദി സോഷ്യൽ മീഡിയ അവരൊന്നും അത് പുറത്തു കൊണ്ടുവന്നില്ല എന്നുള്ളത് അത് വലിയ തോതിലുള്ള ദുരൂഹത ആണ് കാണിക്കുന്നത്. അതില് എനിക്കൊന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം ഫലപ്രദമല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ മഞ്ജുഷ ഹൈക്കോടതിയിൽ ചെന്ന് CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം കാര്യക്ഷമമാണോ? കാരണം അതാണ് ഒരു പോയിന്റ് ഓഫ് കണ്ടൻഷൻ. കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം കാര്യക്ഷമമാണ്, പിന്നെ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് നമ്മൾ വിശദമായിട്ട് ഇപ്പൊ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യം ഈ മരണം നടന്ന ഉടനെ തന്നെ കണ്ണൂര് ടൗൺ പോലീസ് സ്റ്റേഷൻ CIയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നു. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, പക്ഷെ അപ്പോഴും CI തന്നെയാണ്. അതാണ് അത് തന്നെ ഈ അന്വേഷണത്തിന്റെ
ഈ പറഞ്ഞതുപോലെ അതിന്റെ പക്ഷപാതരഹിതമായിട്ടുള്ള അതിന്റെ അതെത്ര സ്വാതന്ത്ര്യത്തിലൂടെയാണ് ചെയ്യുന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾ ഉയർത്തുന്നതാണ്. അതവിടെ നിൽക്കട്ടെ, അതൊന്നാമത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ കൊടുത്തിട്ടുള്ള എതിർ സത്യവാങ്മൂലത്തിൽ വളരെ വിശദമായി സർക്കാർ ഇത് പക്ഷപാതരഹിതമായിട്ടുള്ള അന്വേഷണമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ഈ അന്വേഷണത്തിന്റെ ഈ എതിർ സത്യവാങ്മൂലത്തിന്റെ 13ാമത്തെ പേജിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ്. 19ാമത്തെ ഖണ്ഡികയിൽ ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് ഫാസ്റ്റ് ട്രാക്ഡ് impartial and detailed investigation is being conducted in the above case promptly. അപ്പോൾ ഒന്ന്, ഈ അന്വേഷണം വളരെ വേഗതയിലുള്ളതും പക്ഷപാത രഹിതവും വിശദവുമായിട്ടുള്ള അന്വേഷണമാണ് ഇതിൽ നടക്കുന്നത്. ആൻഡ് ഓൾസോ ബൈ ഗിവിംഗ് അറ്റ്മോസ്റ്റ് റെസ്പെക്ട് ടു ദ ഡിസീസ്. മരണമടഞ്ഞ ആൾക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം നൽകിക്കൊണ്ട് ആണ് ചെയ്യുന്നത്. കാരണം ഹി വാസ് എ ഹയർ ഓഫീഷ്യൽ ഇൻ ദ റവന്യൂ ഡിപ്പാർട്ട്മെന്റ്. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് നോ നീഡ് ടു പ്രൊട്ടക്ട് എനിബഡി ഇൻ ദിസ് കേസ് ആസ് അലജ്ഡ് ഇൻ ദ പെറ്റീഷൻ. അതുകൊണ്ട് തന്നെ ഈ പെറ്റീഷനിൽ ഹർജിയിൽ പറയുന്നത് പോലെ, ആരോപിക്കുന്നത് പോലെ പോലീസിന് ആരെയും സംരക്ഷിക്കേണ്ടതില്ല. ഇതാണ് ഈ എതിർ സത്യവാങ്മൂലത്തിലെ 13ാമത്തെ പേജിൽ 19ാം ഖണ്ഡികയിൽ പറയുന്നത്. അത് വിശദീകരിക്കുന്നതിന് വേണ്ടി ഈ എതിർ സത്യവാങ്മൂലത്തിലെ 4, 5, 6 പേജുകളിലെ 7ാം ഖണ്ഡികയിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ചെയ്തിട്ടുള്ള 19 കാര്യങ്ങളുടെ വിശദീകരണങ്ങളാണ് ഇതിനകത്ത്. 19 കാര്യങ്ങൾ. ആ 19 കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത് ഫാസ്റ്റ് ട്രാക്ഡ് ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് അന്വേഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് CBI അന്വേഷണം വേണ്ട. സ്വയമേ നമ്മൾ ഈ 19 കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ, പൊതുവിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും 19 കാര്യങ്ങൾ അന്വേഷിച്ചുള്ളത് വളരെ സമഗ്രമാണ്, വളരെ സ്വതന്ത്രമാണ്, വളരെ വേഗതയിലുള്ള അന്വേഷണമാണ്. അതുകൊണ്ട് CBI അന്വേഷണം എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം പൊതുവിൽ നമുക്ക് തോന്നാം. പക്ഷെ ഇത് വിശദമായി നമ്മൾ പരിശോധിക്കുമ്പോഴല്ലോ ഒരുപാട് പ്രശ്നങ്ങൾ ഈ അന്വേഷണത്തിലുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് വിശദമായി നമ്മൾ എടുത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോടതിയുടെ മുമ്പിലുള്ള കണ്ടൻഷൻ ഇതാണ്. എന്ത്? SIT അന്വേഷണം വേണോ വേണ്ടയോ? SIT അന്വേഷണം പക്ഷപാതപരമാണെന്ന് മഞ്ജുഷ പറയുമ്പോൾ SIT അന്വേഷണം കാര്യക്ഷമമാണെന്നും പക്ഷപാതരഹിതമാണെന്നും പ്രതി പറയുന്നു. അപ്പൊ ഈ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എത്താൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി CBI അന്വേഷണം വേണം എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പരിശോധിക്കുന്നത്. പ്രതിയല്ല സർക്കാർ പറയുന്നു. സർക്കാർ പറയും. അപ്പൊ അവിടെ തീരുമാനത്തിൽ നമുക്ക് എത്താൻ കഴിയും. അപ്പൊ ഇതില് കുറെ കാര്യങ്ങൾ, ഒരു 4-5 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. 5-6 കാര്യങ്ങൾ, വീഴ്ചകൾ ഇതിനകത്തുണ്ട്. അതിലൊന്ന് പറയുന്നത്, 4ാമത്തെ പോയിന്റിൽ പറയുന്നത്, ഈ മരണപ്പെട്ടയാളുടെ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയറ്, അതൊക്കെ തന്നെ സമാഹരിക്കുകയും അത് ഫോറൻസിക് എക്സാമിനേഷൻ അയക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ തുണി, വസ്ത്രങ്ങൾ, തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ച കയറ്, ഇതെല്ലാം സമാഹരിച്ച് ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു വീഴ്ച ഇവിടെ വന്നിരിക്കുന്നത് എന്താ? ആ വീഴ്ച പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പൂക്കോട് മരിച്ച സിദ്ധാർത്ഥൻ, അയാളുടെ പോസ്റ്റ്മോർട്ടം നടന്നത് 19/2/2024 അതും തൂങ്ങി വരണം എന്ന് പറയുന്നു, ഇതും തൂങ്ങി വരണം. അതെ, രണ്ടും. അപ്പൊ അത് നടന്നത് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലാണ്, ഗവൺമെന്റ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ സുൽത്താൻ ബത്തേരിയിലാണ്. അപ്പൊ അതില് ഏറ്റവും അവസാനത്തെ അതിനകത്ത് ഈ അതർ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അതെല്ലാത്തിനകത്ത് 2-നകത്ത് അതിനകത്തൊരു ഭാഗം പറയുന്നുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, സാമ്പിൾസ് ഫോർ കെമിക്കൽ അനാലിസിസ് ആൻഡ് ഹിസ്റ്റോപാത്തോളജിക്കൽ എക്സാമിനേഷൻ were preserved, labeled, sealed and sent through CPO number 2677. Blood, scalp hairs and fingernail clippings were preserved, labeled, sealed and handed over to the investigating officer through CPO number 2677. മനസ്സിലായല്ലോ? ഞാൻ മലയാളം ഒന്നും പറയേണ്ടത്. പക്ഷെ ഇത് ഇങ്ങനെ ഒരു ഭാഗം നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തുണിയും കയറും ഒക്കെ കൊടുത്തു. ആന്തരിക അവയവങ്ങളോ ശരീരത്തിലെ ഒരു കൊലപാതകമെന്ന് തെളിയിക്കാൻ ഉപകരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ശരീരഭാഗങ്ങളോ പ്രിസർവ് ചെയ്യുകയോ
ഫോറൻസിക്കിന് പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല. ഏറ്റവും ഗുരുതര വീഴ്ച. മനസ്സിലായി. അപ്പം ഇതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച. അല്ലാതെ അപ്പോൾ പോലീസിനെ കുറ്റം പറയാൻ കോടതിക്ക് പറ്റുമോ? അതൊരു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ വീഴ്ച എന്നൊക്കെ വേണമെങ്കിൽ വിശദീകരിക്കാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ തന്നെ അന്വേഷണത്തിന്റെ കാര്യക്ഷമതയെ ബാധിക്കുമല്ലോ. കാരണം ഇത് പോയിട്ടില്ലാത്തതുകൊണ്ട് അന്വേഷണം നമുക്ക് തെളിയിക്കാൻ പറ്റില്ല. അല്ല, ആദ്യം കേസ് ഏറ്റെടുത്ത സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇക്കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണമായിരുന്നു. അത് ചെയ്തില്ല, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം കളക്ടറാണല്ലോ. അതെ. കാരണം ഈ യാത്രയപ്പ് യോഗം കഴിഞ്ഞ് നവീൻ ബാബു കളക്ടറുടെ മുറിയിലേക്ക് ചെന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ ട്വിസ്റ്റ് ആയിട്ടുള്ളത്. സ്വാഭാവികമായും കളക്ടറുടെ ഫോൺ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നിർണായകമാണ്. കളക്ടറേറ്റിലെ CCTV പരിശോധിച്ചില്ല എന്ന് ഞാൻ അതിലേക്ക് വരും. ഇത് കഴിഞ്ഞിട്ട് അതിലേക്ക് പോകാം. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ കാണുന്ന എന്താ? PP ദിവ്യയുടെ 2 ഫോൺ പരിശോധിച്ചിട്ടുണ്ട്, പ്രശാന്തിന്റെ 2 ഫോൺ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ കളക്ടർ അരുൺ കെ വിജയന്റെ ഫോൺ പരിശോധിച്ചിട്ടേയില്ല. ഇനി വിസറ ആന്തരാവയവങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ള വിശദമായിട്ട് പറഞ്ഞു. ആന്തരാവയവങ്ങൾ കൊടുത്തിട്ടില്ല, ബ്രെയിന്, ലങ്സ്, ഈ പറഞ്ഞ പോലെ ഹാർട്ട്, ഇതൊന്നും ഹിസ്റ്റോപത്തോളജിക്ക് അയച്ചിട്ടില്ല, അതെല്ലാം പറഞ്ഞു. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അതെന്താണ്? അതാണ് പിന്നെ CCTV ദൃശ്യങ്ങൾ. CCTV ദൃശ്യങ്ങൾ സംബന്ധിച്ച് ഇതിനകത്ത് വിശദമായി റിപ്പോർട്ട് സത്യവാങ്മൂലത്തിലും കൊടുത്തു, പിന്നീട് റിപ്പോർട്ടിലും കൊടുത്തു. ഇതിനകത്ത് പറയുന്നത് എന്താണെന്നറിയോ? കളക്ടഡ് ആൻഡ് സീസ്ഡ് ആസ് പ്രൈം സീസർ മഹസർ the available CCTV footages grabbing movement of the deceased from കളക്ടറേറ്റ് റെയിൽവേ സ്റ്റേഷൻ ആൻഡ് നിയർ മുന്നീശ്വരം. അപ്പം മരണപ്പെട്ടയാള് കളക്ടറേറ്റിലും പിന്നെ റെയിൽവേ സ്റ്റേഷനിലും മുന്നീശ്വരം കോവിലിലും പോയതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ റെയിൽവേ സ്റ്റേഷന്റെ ഇപ്പോഴും ദുരൂഹമായി. ഇനി അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പോവാം. അതിനു മുമ്പ് CCTV വിഷ്വൽസ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻഡ് ഇൻസൈഡ് ദ കളക്ടേഴ്സ് ഓഫീസ് നോട്ട് കളക്ടഡ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാള് യാത്രയപ്പ് യോഗത്തിന് ശേഷം കളക്ടറുടെ മുറി ചെന്നിട്ടാണല്ലോ ഇത് പറയുന്നത്. സ്വാഭാവികമായും യാത്രയപ്പ് യോഗത്തിന് ശേഷം ഇയാൾ കളക്ടറുടെ മുറിയിലേക്ക് പോകുന്നുണ്ടോ? CCTV ദൃശ്യങ്ങൾ വേണം. കളക്ടറുടെ മുറിയിൽ ചെന്നിട്ട് കളക്ടറോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ CCTV ദൃശ്യങ്ങൾ വേണം. അതൊന്നും കളക്ട് ചെയ്തിട്ടില്ല. അപ്പം ഈ CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്യാത്തത് ഒരു പ്രധാനപ്പെട്ട പോലീസ് അവർക്ക് ആവശ്യമുള്ള CCTV ദൃശ്യങ്ങൾ മാത്രം ശേഖരിച്ചിരിക്കുന്നു. വെച്ചാൽ കേസ് തെളിയാൻ നിർണായകമാകേണ്ട CCTV ദൃശ്യങ്ങൾ ഇല്ല. ഇനി മഞ്ജുഷ നവംബർ 16 കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു, തെളിവുകൾ സൂക്ഷിക്കണം. അതിൽ മഞ്ജുഷ ആവശ്യപ്പെട്ടുള്ള എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന്, the CCTV footages of Kannur, Collectorate Kannur, railway station and platforms, places near Munnishwaram Kovil, official quarters of the deceased. അത് അവരാവശ്യപ്പെട്ടത്. അത് ഇതിനകത്തില്ല. അത് ആവശ്യപ്പെട്ടത് എന്നാണ് ആവശ്യപ്പെട്ടത്? 14 വൈകിട്ട് 4 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള മൂവ്മെന്റ്സ് ആണ് അവരാവശ്യപ്പെട്ടത്. മനസ്സിലായോ? അപ്പൊ ഇത് ശരിക്കും ആ ദിവസത്തത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ കളക്ടറുടേതില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന 4 മുതൽ 12 വരെ ഉള്ളതും ഇല്ല. ഇനിയും പ്രധാനപ്പെട്ട പലതും വേറെ അവർ പറയുന്നുണ്ട്. അതെന്താണെന്നറിയോ? CCTV footages of both sides of the road from railway station to official quarters of the deceased. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഔദ്യോഗിക ക്വാർട്ടേഴ്സ് വരെയുള്ള റോഡിന്റെ ഇരുവശത്തുമുള്ള CCTV. അതെന്താണെന്നറിയാവോ? 14 വൈകിട്ട് 4 മണി മുതൽ 15 രാവിലെ 6 മണി വരെ. വളരെ നിർണായകമാണ്. എന്താണ്? മുന്നീശ്വരം കോവിലിൽ നിന്നാണ് ഇയാളെ കാണാതായിട്ടുള്ളത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ മുതൽ മുല്ലീശ്വരം കോവിൽ വരെയുള്ള 2 സൈഡിലെ CCTV ദൃശ്യങ്ങൾ 14 വൈകിട്ട് 4 മണി മുതൽ 15 രാവിലെ 6 മണി വരെ ചെയ്തിട്ടില്ല. ഇനി 3, all available CCTV footages between
കണ്ണൂർ കളക്ടറേറ്റ് ടു റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂർ കളക്ടറേറ്റ് കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ പറയണം എന്ന് 14-ാം തീയതി വൈകിട്ട് മുതൽ 14-ാം തീയതി അർദ്ധരാത്രി വരെ. ഈ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ മറ്റൊരു തലം കൂടിയുണ്ട്. ഡ്രൈവർ ഷംസുദ്ദീനെ വിശ്വസിക്കേണ്ടതില്ല. അതാണല്ലോ ഇതിനകത്ത് കാണിക്കുന്നത്. അതെ. അപ്പോ ഈ കളക്ടറുടെ മുറിയിലേക്ക് വരുന്നതും പോകുന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങളല്ല, വളരെ വിശദമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ അന്ന് 4 മണി മുതൽ 12 മണി വരെ ഉള്ളത്, ഇയാളുടെ ഔദ്യോഗിക ക്വാർട്ടേഴ്സിലേക്കുള്ളത്, 4 മണി മുതൽ പിറ്റേ ദിവസം 6 മണി വരെ റെയിൽവേ സ്റ്റേഷനിൽ ഇയാളുടെ വീട്ടിലേക്കുള്ളത്, അതിന് 2 വശത്തും വിശദമായി ചോദിച്ചിരുന്നു. ഇതൊന്നും കളക്ട് ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന 19 കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് കോടതിയെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ നിർണായക പങ്ക് വഹിച്ച കളക്ടറുടെ ഫോൺ നമ്പർ ഇല്ല. 2 ആന്തരിക അവയവങ്ങൾ കളക്ട് ചെയ്തിട്ടില്ല. 3 വേണ്ട CCTV ദൃശ്യങ്ങൾ. 4-ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ, നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ചർച്ച ചെയ്തു, പ്രശാന്തൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം ഉണ്ട് ഇതിനകത്ത്. ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള രേഖകളോ CCTV ദൃശ്യങ്ങളോ അയാളുടെ വിജിലൻസിന് കൊടുത്ത മൊഴിയോ അയാള് 1 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുത്തോ, ഇതൊന്നും കളക്ട് ചെയ്തു. ഷംസുദ്ദീനെ പോലും വേണ്ട ചോദ്യം ചെയ്തിട്ടില്ല. ഷംസുദ്ദീൻ പിന്നെ ഒരിടത്തും ഇല്ല. ഷംസുദ്ദീനെ കുറിച്ച് വേറെ നമ്മളൊന്നും ചർച്ച ചെയ്യണ്ടാണ്. കാരണം ഷംസുദ്ദീനാണ് ഇയാളെ കൊണ്ടുവന്ന് ഇറക്കിയത്. അതിനുശേഷം ഷംസുദ്ദീൻ നമ്മൾ കണ്ടിട്ടില്ല. അല്ല, ഇന്നും ആളുകൾ ചോദിക്കുന്ന ഒരു വലിയ സംശയമുണ്ട്. ഈ നവീൻ ബാബു ട്രെയിനിൽ യാത്ര ചെയ്തില്ല എന്ന വിവരം കിട്ടി, ശരിയാണ്. പക്ഷെ രാവിലെ ഇക്കാര്യം നവീൻ ബാബുവിന്റെ CA ഡ്രൈവറെ വിളിച്ചു ചോദിക്കുന്ന ഡ്രൈവർ നേരെ വാഹനമെടുത്ത് ഈ ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുകയാണ്. മറ്റൊരു സംശയവുമില്ല. സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇനി അവിടെ എന്തെങ്കിലും സംഭവിച്ച കിടക്കുകയാണോ, അല്ലെ എന്താണ് നവീൻ ബാബുവിന് സംഭവിച്ചത്, അതേക്കുറിച്ചൊന്നും ഡ്രൈവർ ഷംസുദ്ദീൻ ആലോചിക്കുന്നില്ല. പിന്നീട് അവിടെ ചെന്ന് ആ ക്വാർട്ടേഴ്സിനുള്ളിൽ പ്രവേശിക്കാതെ നിന്ന കഥയൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തത്. അപ്പോ ഷംസുദ്ദീൻ എന്ന് പറയുന്ന നിർണായകമായിട്ടുള്ള ഒരു സാക്ഷി. എന്തുകൊണ്ടാണ്? അയാൾ ഈ പരിപാടി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഇയാളെ കൊണ്ടിരുന്നു, അയാളെ മുനീശ്വരൻ കോലിന്റെ അവിടെ ഇറക്കുന്നു. ഇറക്കിയ ഷംസുദ്ദീനെ പിന്നെ നമ്മൾ കാണാനില്ല. ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ നിർണായകമായിട്ടുള്ള സാക്ഷിയെ എന്ത് ചെയ്തു എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല. അപ്പൊ ഈ റിപ്പോർട്ടിൽ ഈ എതിർ സത്യവാങ്മൂലം വിശദമായി നമ്മൾ പരിശോധിക്കുന്നതിൽ നിന്ന് ഈ എതിർ സത്യവാങ്മൂലത്തിൽ അന്വേഷണം നടത്തിയിട്ടുള്ള SIT നടത്തിയിട്ടുള്ളത് മുഴുവൻ പക്ഷപാതരഹിതമാണെന്ന് നമ്മൾ പറഞ്ഞ ഈ 5 തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പക്ഷപാതപരമാണ്, ഇമ്പാർഷ്യൽ അല്ല എന്നുള്ളത്, പക്ഷപാതപരമാണ് എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ 5 തെളിവുകളിൽ നിന്ന് വളരെ വളരെ വ്യക്തമാണ്. ഏറ്റവും നിർണായക സാക്ഷിയായിട്ടുള്ള കളക്ടറുമായി ബന്ധപ്പെട്ടൊരു കാര്യം കളക്ട് ചെയ്തിട്ടില്ല. ഏറ്റവും നിർണായക സാക്ഷിയായിട്ടുള്ള പ്രശാന്തൻ എന്ന് പറഞ്ഞ ഇതൊന്നും കളക്ട് ചെയ്തിട്ടില്ല. ഏറ്റവും നിർണായക സാക്ഷിയായിട്ടുള്ള ഷംസുദ്ദീനിൽ നിന്ന് ഒന്നും കളക്ട് ചെയ്തിട്ടില്ല. ഏറ്റവും നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ കളക്ട് ചെയ്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായും ഇത് പക്ഷപാതപരമാണ് SIT എന്നുള്ളത് വളരെ വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആസ്പെക്ട് നോക്കാതെ പിന്നെ കോടതിക്ക് പിന്നെ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് നമുക്ക് പറയാനാവില്ല. വളരെ നന്ദി ശ്രീ KM ഷാജഹാൻ. നന്ദി, നമസ്കാരം.